ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നാനോലൂബ് അതുപോലെ തന്നെ അതിൻ്റെ കംപ്രഷൻ ബൂസ്റ്ററിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലുണ്ട്. ഇതാണ് നമ്മളുടെ പാക്കേജ്. ആദ്യം ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഞാനിവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 100 ml കംപ്രഷൻ ബൂസ്റ്ററും അതുപോലെ തന്നെ 50 ml നാനോലൂബുമാണ്. ഇതാണ് കംപ്രഷൻ ബൂസ്റ്റർ വരുന്നത്. അപ്പോൾ 2 വീലേഴ്സിനൊക്കെ 50 ml നാനോലൂബും അതുപോലെ തന്നെ 100 ml കംപ്രഷൻ ബൂസ്റ്റർ ഉപയോഗിക്കേണ്ടത് പഴയ വണ്ടികൾക്കാണ്. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ ഏകദേശം കോസ്റ്റ് ആയിരിക്കുന്നത് നാനോലൂബ് 50 ml 600 രൂപയും അതുപോലെ തന്നെ കംപ്രഷൻ ബൂസ്റ്ററിന് വന്നിട്ട് 200 രൂപയുമാണ്. അങ്ങനെ ടോട്ടൽ 800 രൂപയാണ്. ഇതാണ് നാനോലൂബ്. വളരെ നല്ലൊരു ബോട്ടിലാണ്, ഒരു മെറ്റൽ ബോട്ടിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നാനോലൂബിൽ ഡിറൈവ്ഡ് ഫ്രം എയറോസ്പേസ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിർ വെൽ ബിഫോർ യൂസ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് നല്ലപോലെ ഷേക്ക് ചെയ്യുക. പിന്നെ അവർ പറയുന്നത് വൈ ആർമറോൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ കുറച്ച് എന്തൊക്കെയാണ് ഓയിൽ നമ്മുടെ എഞ്ചിനകത്ത് വരുത്താൻ പോകുന്ന മാറ്റം എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്റ്റ് എഞ്ചിൻ കമ്പോണൻസ് എന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്രഷൻ ബൂസ്റ്ററിലേക്ക് വരുമ്പോഴും സെയിം കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കംപ്രഷൻ ബൂസ്റ്റർ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി 5 years കൊടുത്തിട്ടുണ്ട്. നെറ്റ് വെയിറ്റ് അതുപോലെ തന്നെ അതിൻ്റെ MRP എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ പറയണമെങ്കിൽ ആദ്യം അത് നമ്മുടെ വണ്ടിയിൽ പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് മാത്രം അതിനെ റിവ്യൂ ചെയ്യുക. അപ്പം ഞാൻ എന്തായാലും എൻ്റെ വണ്ടിയിൽ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നമ്മളേതാണ്ട് എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നാനോലൂബ് അതുപോലെ തന്നെ കംപ്രഷൻ ബൂസ്റ്ററും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും വണ്ടിയുടെ ഓയിൽ ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഓയിൽ ഡ്രെയിൻ ചെയ്യും. പിന്നെ നട്ട്, ആ ഓയിൽ ഡ്രെയിൻ നട്ട് എപ്പോഴും നല്ലപോലെ ക്ലീനായിട്ട് വെക്കണം. എപ്പോഴും അത് ചെയ്യുക, അല്ലെങ്കിൽ അത് ത്രെഡിനൊക്കെ ഡാമേജസ് ഉണ്ടാക്കുക, അതിനകത്ത് അഴുക്കൊക്കെ കയറിയിരുന്നതിൽ. ഇനി നമുക്ക് ഈ നട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഓയിൽ മാറുന്ന സമയത്ത് തന്നെ ആ നട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഇന്നർ പാർട്ടും ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാപ്പ് ഓപ്പൺ ആക്കാം. എന്നിട്ട് നമ്മുടെ എൻജിൻ ഓയിൽ അതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ആണ് ആ ഓയിൽ നമ്മുടെ എൻജിനകത്ത് വരുത്തിയ വ്യത്യാസം എന്ന് വളരെ വ്യക്തമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം കമ്പനി അവകാശപ്പെടുന്ന ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ജെനുവിൻ ആണോ എന്ന് നമ്മുടെ വണ്ടിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ട്, അവർ 2 വീലേഴ്സിനൊക്കെ പറയുന്നത് ഏകദേശം 30 to 50 കിലോമീറ്ററിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അതൊക്കെ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമുക്കിത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം വണ്ടി നല്ലപോലെ റൈഡ് ചെയ്ത് നോക്കിയിട്ടൊക്കെ പറയാൻ പറ്റും. എന്തായാലും ഇപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം
ഇതിന് ശേഷം എന്തെല്ലാം വ്യത്യാസങ്ങൾ ഇത് നമുക്ക് വരുത്തുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നാനോലൂബ് അവർ പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഷേക്ക് ചെയ്തിട്ട് നമുക്ക് എൻജിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേളിലൊരു ക്യാപ്പ് വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പാക്കിംഗ് ഒക്കെയാണ് ഇതിൻ്റെ. ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കളർ ഏകദേശം ഒരു ബ്ലാക്കിഷ്, ഒരു ഗ്രേഷ് ബ്ലാക്ക് കളറാണ്. ഭയങ്കര കട്ടിയാണ്. പതിയെ പതിയെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ എൻജിൻ ഓയിൽ ഒഴിക്കുന്ന രീതി അത്രയും ഫാസ്റ്റായിട്ട് ഇതങ്ങോട്ട് ഇറങ്ങി പോകത്തില്ല. കാരണം അത്യാവശ്യം കട്ടിയുള്ളതാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡ്രോപ്പ് ഇങ്ങനെ ഇറങ്ങി വരാൻ ഇച്ചിരി ടൈം എടുക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് കംപ്രഷൻ ബൂസ്റ്ററും കൂടെ നമ്മുടെ എൻജിനിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കംപ്രഷൻ ബൂസ്റ്റർ ഈ പറയുന്ന പോലെ തന്നെ ഭയങ്കരമായി കട്ടിയായിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഏകദേശം തേനിൻ്റെ ഒരു രീതിയിലുള്ള ഒരിതാണ്. ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അത് നമ്മുടെ എൻജിനിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. പതുക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഫണലിന് പകരം ഒരു ബോട്ടിൽ വല്ലതും കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഓയിൽ ചേഞ്ചിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്പ് വെച്ച് ഇത് പതിയെ അടച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടി റൈഡ് ചെയ്ത് നോക്കുക. എങ്കിലേ എനിക്ക് ഒരു നല്ല റിവ്യൂ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തരാൻ പറ്റും. അത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട്